ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ മധ്യേ വന്നു കഴിഞ്ഞിരിക്കുന്നു. മത്തായി 12:28 തിരുവചനം. ഈശോ തന്റെ ദൗത്യത്തെ വിശദീകരിക്കുന്നത് അങ്ങനെയാണല്ലോ. ഈ ദൈവരാജ്യ ദൗത്യമാണ് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരുന്നു എന്ന് പത്രോസിനോട് പറഞ്ഞുകൊണ്ട് ഈശോ സഭയെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്. തിരുസഭയുടെ അംഗങ്ങളായിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥന വഴി പരിശുദ്ധാത്മ ശക്തി നമ്മിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി പൊരുതി പൈശാചികമായ സാന്നിധ്യങ്ങളെ നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും എല്ലാം ദൂരീകരിക്കുന്ന ദൈവരാജ്യ ശുശ്രൂഷ റേഞ്ഞും ദേയി, അതാണ് മൗണ്ട് നെബോ ആഭാ ഭവനത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാനായി നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. മത്തായി 12:30 നമ്മൾ വായിക്കുന്നു, എന്നോട് കൂടി അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്, എന്നോട് കൂടി ശേഖരിക്കാത്തവൻ ചിതറിക്കുകയാണ്. ഈശോയുടെ കൂടെ ശേഖരിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ. ഈ ശേഖരിക്കല് രണ്ട് രീതി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന്, പ്രത്യക്ഷമായി മൗണ്ട് നെബോയിലെ ശുശ്രൂഷയിൽ അവിടെ വന്ന് സഹകരിക്കുക വഴി പല രീതിയിൽ. രണ്ടാമത്തേത്, നിങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന വിദൂരസ്ഥമായ ജീവിത സാഹചര്യങ്ങളായിരുന്നു കൊണ്ട് തന്നെ മധ്യസ്ഥ പ്രാർത്ഥന വഴിയായിട്ട് സഹകരിക്കുക. അതിനുള്ള വിലയേറിയ ഒരു അവസരമാണ് 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായിരിക്കുന്ന ചെയിൻ റോസറി പ്രാർത്ഥനാ കൂട്ടായ്മ. ഈ ചെയിൻ റോസറിയിൽ പങ്കുചേർന്നുകൊണ്ട് ദൈവരാജ്യത്തിന്റെ പോരാട്ടത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹൃദ്യമായ സ്വാഗതം. സാമുവേലിന്റെ 1-ാം പുസ്തകത്തില് 30-ാമത്തെ അധ്യായത്തില് 24-25 തിരുവചനങ്ങളില് ദാവീദും കൂട്ടരും അമലേക്കർക്കെതിരെ യുദ്ധത്തിന് പോകുന്ന രംഗം നമ്മൾ വായിക്കുന്നുണ്ട്. 600 പേരുമായിട്ട് ഇറങ്ങി 200 പേരെ കൂടാരത്തില് തങ്ങളുടെ ഭാണ്ഡങ്ങൾ സൂക്ഷിക്കാനായിട്ട് നിയോഗിച്ചു. ബാക്കി 400 പേരുമായിട്ട് അവർ യുദ്ധത്തിന് പോയി. യുദ്ധത്തിൽ വിജയിച്ച കൊള്ളവസ്തുക്കളുമായിട്ട് തിരിച്ചു വരുമ്പോൾ കൂടെയുള്ള കുറേ പേര് പറഞ്ഞു, യുദ്ധത്തിന് ഇറങ്ങി പൊരുതിയ നമുക്കാണ് ഈ കൊള്ളവസ്തുക്കളുടെ അവകാശം. ഭാണ്ഡം സൂക്ഷിച്ചുകൊണ്ട് കൂടാരത്തിൽ ഇരുന്നവർക്ക് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല. ദാവീദ് പറഞ്ഞു, അങ്ങനെയല്ല, ഇത് ദൈവം തന്ന ദാനമാണ് ഈ കൊള്ള മുതല്. ഇതിന് അവകാശം യുദ്ധക്കളത്തിൽ ഇറങ്ങി പൊരുതിയവർക്കും കൂടാരത്തിൽ ഭാണ്ഡം സൂക്ഷിച്ചിരുന്നവർക്കും ഒരുപോലെയാണ്. അതുകൊണ്ട് ഈ കൊള്ള മുതൽ ഒരുപോലെയാണ് നമ്മൾ വീതിക്കാനായിട്ട് പോകുന്നത്. 25-ാം വാക്യം നമ്മൾ വായിക്കുകയാണ്, അന്ന് മുതൽ ഇന്ന് വരെ ഇത് ഇസ്രായേലിൽ വലിയൊരു ചട്ടവും നിയമമായിട്ട് മാറിയിരിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു ഭൗതിക യുദ്ധത്തിന്റെ വിഷയമല്ല, മറിച്ച് ദൈവരാജ്യത്തിന്റെ ആത്മീയ യുദ്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് ദൈവം എങ്ങനെയാണ് പ്രതിഫലം നൽകുക എന്നതിനെക്കുറിച്ചുള്ള ഒരു വചന വെളിപ്പെടുത്തലാണ്. അവിടെ മൗണ്ട് നെബോ ആഭാഭവനത്തിൽ നേരിട്ട് സന്നിഹിതരായി പല രീതിയിൽ സഹകരിച്ചുകൊണ്ട് റേഞ്ഞും ദേയി ദൈവരാജ്യ പോരാട്ടത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് ദൈവം നൽകുന്ന പ്രതിഫലത്തിന്റെ അതേ അവകാശം നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന വിദൂര സ്ഥലങ്ങളായിരുന്നു നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന പോരാട്ടത്തിന്റെ അവസരമാണ് 24 മണിക്കൂറും തുടർച്ചയായി നടക്കുന്ന ഈ ചെയിൻ റോസറി പങ്കുചേരുക എന്നുള്ളത്. നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഏതെങ്കിലും 15 മിനിറ്റ് സമയം ജപമാലയുടെ 5 രഹസ്യങ്ങൾ ചൊല്ലി കാഴ്ചവെക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണ് എങ്കിൽ ദൈവരാജ്യത്തിന്റെ ഈ ആത്മീയ പോരാട്ടത്തിലേക്ക് നിങ്ങൾക്കും കടന്നു വരാം. 72 ശിഷ്യന്മാര് പോയി ഈശോയുടെ നാമത്തിൽ പിശാചുക്കളെ കീഴ്പ്പെടുത്തി സന്തോഷത്തെ തിരിച്ചു വരുമ്പോൾ ഈശോ പറയുന്ന ഓർമ്മിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. ആ സന്തോഷം നമുക്ക് ഓരോരുത്തരെ അവകാശമാക്കി നമുക്ക് തീർക്കാം. പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവര് ഇതോടൊപ്പം നൽകിയിരിക്കുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും വാട്സാപ്പ് നമ്പരും നിങ്ങൾ ജപമാല ചൊല്ലാനായിട്ട് ഇഷ്ടപ്പെടുന്ന സൗകര്യപ്രദമായ ആ 15 മിനിറ്റ് സമയം എപ്പോഴാണെന്നുള്ളത് അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് ഈശോയ്ക്കൊപ്പം ദൈവരാജ്യത്തിന് വേണ്ടി ശേഖരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ മിശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ.